ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 32ാമത്തെ ശ്ലോകം നോക്കാം. തേനൈവ സർവേഷു ബഹിർഗതേഷു പ്രാണേഷു വത്സാൻ സുഹൃദഃ പരേതാൻ ദൃഷ്ട്യാ സ്വയോത്ഥാപ്യ തദന്വിതഃ പുനർവക്ത്രാൻ മുകുന്ദോ ഭഗവാൻ വിനിര്യയൗ. തേനൈവ സർവേഷു ബഹിർഗതേഷു, തേന ഏവ അതിൽ കൂടി തന്നെ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മരന്ധ്രത്തിൽ കൂടി തന്നെ, അതായത് മൂർധാവിൽ കൂടി തന്നെ, സർവേഷു ബഹിർഗതേഷു, സർവേഷു സകല എല്ലാ പ്രാണങ്ങളും, ബഹിർഗതേഷു പുറത്തേക്ക് പോയി, പുറത്തേക്ക് വന്നപ്പോൾ, പ്രാണേഷു എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാണനും, പഞ്ചപ്രാണങ്ങളും ആ ഒരു മൂർധാവിൽ കൂടി പുറത്തേക്ക് വന്നപ്പോൾ, വത്സാൻ സുഹൃദ പരേതാൻ, വത്സാൻ എന്ന് പറഞ്ഞാൽ ആ വത്സങ്ങൾ, അതായത് പശുക്കുട്ടികൾ, അതുപോലെ സുഹൃദ തൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആ ഗോപബാലന്മാർ, പരേതാൻ എന്ന് പറഞ്ഞാൽ അതായത് ഇവരൊക്കെ പരേതരായ പോലെ എന്ന് പറഞ്ഞാൽ മൃതതുല്യരായിട്ട്, അഥവാ ഇവരൊക്കെ ഉള്ളിൽ കടന്നിട്ട്, ഇവരുടെയൊക്കെ കുറച്ചു നേരമായി ഉള്ളിൽ കിടന്ന് ഇവർക്കും വേണ്ട വിധത്തിൽ ശ്വാസമൊന്നും ലഭിക്കാതെ ഇവരൊക്കെ മോഹാലസ്യപ്പെട്ട് കിടക്കുകയായിരുന്നു ആ അജഗരത്തിൻ്റെ ഉള്ളിൽ. ആ പശുക്കുട്ടികളായിക്കോട്ടെ ഗോപബാലന്മാരായിക്കോട്ടെ, അതിൻ്റെ ഉള്ളിൽ മൃതപ്രായരായി കിടന്നിരുന്ന അവരെ ദൃഷ്ട്യ കണ്ടിട്ട്, തൻ്റെ ആ ഒരു ദൃഷ്ടി കൊണ്ട് തന്നെ, അതായത് അമൃതം പൊഴിക്കുന്ന തൻ്റെ ആ ഒരു കടാക്ഷം കൊണ്ട് തന്നെ, സ്വയോത്ഥാപ്യ, ഉത്ഥാപ്യ എന്ന് പറഞ്ഞാൽ എഴുന്നേൽപ്പിച്ചിട്ട്, സ്വയം ഉത്ഥാപ്യ, ഭഗവാൻ സ്വയം അവരെ തൻ്റെ ആ ഒരു അമൃത കടാക്ഷം കൊണ്ട് അവരെ പൂർവാധികം ഉത്സാഹഭരിതരാക്കി തീർത്തിട്ട്, എഴുന്നേൽപ്പിച്ചിട്ട്, തദന്വിത പുനർവക്ത്രാൻ മുകുന്ദോ, തദന്വിത എന്ന് പറഞ്ഞാൽ അവരോട് കൂടിയവനായിട്ട്, പുനർവക്ത്രാൻ മുകുന്ദോ, പുനഃ എന്ന് പറഞ്ഞാൽ പിന്നീട്, അതായത് അവരെയൊക്കെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം അവരുടെ കൂടെ ഭഗവാന് വക്ത്രാൻ മുകുന്ദോ, വക്ത്രാത് എന്ന് പറഞ്ഞാൽ മുഖത്തിൽ നിന്ന്, ഈ അജഗരത്തിൻ്റെ മുഖത്തിൽ നിന്ന്, മുകുന്ദോ മുകുന്ദഃ, അതായത് മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മുക്തി നൽകുന്നവൻ, മുക്തിപ്രദനായിട്ടുള്ള ഭഗവാൻ, വിനിര്യയൗ പുറത്തേക്ക് വന്നു. അപ്പോൾ ഈ ബ്രഹ്മരന്ധ്രത്തിലൂടെ, മൂർധാവിലൂടെ ഭഗവാൻ ആ ഒരു ശ്വാസ ഗതിവിഗതിയെയൊക്കെ ഒന്ന് തടഞ്ഞപ്പോൾ, പ്രാണനെ പുറത്തേക്ക്, മൂർധാവ് പിളർന്ന് പുറത്തേക്ക് പോയ ആ പ്രാണൻ അതുവഴി തന്നെ മറ്റ് പ്രാണങ്ങളും, അതായത് ഈ 5 പ്രാണങ്ങളും അതുവഴി തന്നെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിശ്ചലമാക്കിക്കൊണ്ട്, എല്ലാ കോശങ്ങളെയും നിശ്ചലമാക്കിക്കൊണ്ട് ഈ 5 പ്രാണങ്ങളും ആ മൂർധാവിൽ കൂടി തന്നെ അഘാസുരൻ്റെ പുറത്തേക്ക് പോയപ്പോൾ, അപ്പോഴേക്കും ഇത് ഇത്രയും നടക്കുന്നതിനുള്ളിൽ, അതിനുള്ളിൽ മൃതപ്രായരായി കിടന്ന, മോഹാലസ്യപ്പെട്ട് കിടക്കുകയായിരുന്ന തൻ്റെ പ്രിയ കൂട്ടുകാരെയും, അതേപോലെ ആ പശുക്കുട്ടികളെയും ഭഗവാൻ അമൃതം വർഷിക്കുന്ന തൻ്റെ കടക്കണ്ണുകൊണ്ടുള്ള ഒരു നോട്ടം കൊണ്ട് തന്നെ അവർക്കുണ്ടായ ആ ഒരു ആലസ്യത്തെയൊക്കെ നിശേഷം മാറ്റിയിട്ട് അവരെയൊക്കെ എഴുന്നേൽപ്പിച്ചു. പിന്നെയോ അവരുടെ കൂടെ, കാരണം അവർക്കൊക്കെ ആശ്രയമായിട്ടുള്ളത് താൻ ഒരാൾ മാത്രമാണ്. അപ്പോൾ തന്നെ ആശ്രയിക്കുന്നവരെ കൈവിടാത്ത ഭഗവാൻ ആ കൂട്ടുകാരോടും പശുക്കുട്ടികളോടും കൂടി ഏതൊരു മാർഗത്തിലാണോ ഉള്ളിലേക്ക് പോയത് അതേ മാർഗത്തിലൂടെ, ഇപ്പോൾ ആ തുറന്നിരിക്കുന്ന വായ അങ്ങനെ തുറന്നിരിക്കുകയാണ് അജഗരത്തിൻ്റെ, ഏതൊരു വായിലൂടെയാണോ, ഏതൊരു മാർഗത്തിലൂടെയാണോ അകത്തേക്ക് പോയത് അതേ മാർഗത്തിലൂടെ തന്നെ, അതേ വായിലൂടെ തന്നെ ഭഗവാൻ പശുക്കുട്ടികളും മറ്റ് ഗോപബാലന്മാരുമായിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ മോചനം നൽകിയത് മോഹാലസ്യപ്പെട്ട് കിടന്ന കുട്ടികൾക്കും പശുക്കുട്ടികൾക്കും ഒരർത്ഥത്തിൽ മോചനം നൽകി.
മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ രണ്ടുപേരും മോഹാലസ്യപ്പെട്ടവരായിരുന്നു. പശുക്കുട്ടികളും ഗോപപാലന്മാരും ഒരു വശത്ത് മോഹാലസ്യപ്പെട്ടുപോയി, മറുവശത്ത് അജഗരവും മോഹാലസ്യപ്പെട്ടാണ് ഇവിടെ വന്നത്. തൻ്റെ ആ ഒരു മോഹം, ഈ കൃഷ്ണനെയും ജ്യേഷ്ഠനായ രാമേട്ടനെയും കൊല്ലണമെന്നുള്ള ആ ഒരു മോഹത്തിൻ്റെ മായാവലയത്തിൽപ്പെട്ട് മോഹാലസ്യപ്പെട്ട് തന്നെയാണ് ഇവിടെ വന്ന് കിടന്നത്. സത്യത്തെ അറിയാൻ കഴിയാത്ത അവസ്ഥയാണ് മോഹാലസ്യം എന്ന അവസ്ഥ. അജഗരത്തിനും മോക്ഷം കൊടുത്തു. ആ ഒരു അവസ്ഥയിൽ നിന്നും ഇവിടെ എന്താണ് നടക്കുന്നതെന്നറിയാതെ മോഹാലസ്യപ്പെട്ടു പോയ കുട്ടികളും പശുക്കുട്ടികളും, അവർക്കും ഭഗവാൻ മോക്ഷത്തെ കൊടുത്തു പുറത്തു കൊണ്ടുവന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മുക്തിപ്രദനായിട്ടുള്ള ആ മുകുന്ദൻ രണ്ടുപേർക്കും ഒരേ സമയം മോക്ഷത്തെ കൊടുത്തു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തേനൈവ സർവേഷു ബഹിർഗതേഷു പ്രാണേഷു വത്സാൻ സുഹൃദഃ പരേ താൻ ദൃഷ്ട്യാ സ്വയോത്ഥാപ്യ തദന്വിതഃ പുനർവക്ത്രാൻ മുകുന്ദോ ഭഗവാൻ വിനിര്യയൗ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സുഹൃദ അവിടെ, അതുപോലെ തദന്വിത രണ്ടിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ളതാണ്. പിന്നെ പുനർവക്ത്രാൻ മുകുന്ദോ, കഴിയുന്നതും അത് ചേർത്ത് തന്നെ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 33-ാമത്തെ ശ്ലോകമാണ്. പീനാഹി ഭോഗോത്ഥിതമത്ഭുതം മഹജ്യോതി സ്വധാംന ജ്വലയദ്ദിശോ ദശ പ്രതീക്ഷ്യഖേവ സ്ഥിതമീശ നിർഗമം വിവേശ തസ്മിൻ മിഷതാം ദിവൗകസാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ അഘാസുരന് മോക്ഷം കൊടുത്ത കഥയാണ് ഇവിടെ പറഞ്ഞു നിർത്തുന്നത്. പൂതനയ്ക്ക് മോക്ഷം കൊടുത്തതുപോലെ ഭഗവാൻ അഘാസുരനും മോക്ഷം കൊടുത്തു. പീനാഹി ഭോഗോത്ഥിതമത്ഭുതം, തടിച്ച് വളരെ വലുതായിരിക്കുന്നതായിട്ടുള്ള ആ സർപ്പശരീരത്തിൽ നിന്നും ഉത്ഥിതം പുറപ്പെട്ടതും മഹജ്യോതി മഹത്തായിട്ടുള്ള ഒരു തേജസ് അല്ലെങ്കിൽ ജ്യോതി സ്വധാംന തൻ്റെ തന്നെ പ്രഭയാൽ ജ്വലയദ്ദിശോ ദശ ജ്വലയത ദിശോ ദശഃ അങ്ങനെയാണ് വാക്കുകൾ വരുന്നത്. ജ്വലയത്ത് എന്ന് പറഞ്ഞാൽ അത്യധികം പ്രകാശപൂരിതമായിട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട്, ദശ ദിശഃ 10 ദിക്കുകളെയും, 8 ദിക്കുകളും പിന്നെ നമുക്കറിയാം കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക്, പിന്നെയോ തെക്ക് കിഴക്ക് തെക്കു പടിഞ്ഞാറ്, വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ്, പിന്നെയോ അങ്ങനെ 8 ദിക്കുകൾ കഴിഞ്ഞാൽ മുകളിലും താഴെയും, ഇങ്ങനെ 10 ദിക്കുകളെയും ജ്വലിപ്പിക്കുന്നതായിട്ടുള്ള പ്രതീക്ഷ്യ ഖേവസ്ഥിതമീശ നിർഗമം. പ്രതീക്ഷ്യ എന്ന് പറഞ്ഞാൽ തൻ്റെ ആ ഒരു 10 ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്ന ആ ഒരു ജ്യോതിസിനെ, പ്രഭയെ കണ്ടിട്ട് ഖേവസ്ഥിതമീശ നിർഗമം. ഖേ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ, ഖേ അവസ്ഥിതം ഈശ നിർഗമം, ഇങ്ങനെയാണ് വാക്കുകൾ വരുന്നത്. അപ്പോൾ ഖേ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ അവസ്ഥിതം നിൽക്കുന്നതായിട്ട്, ഈശ നിർഗമം ഈശ്വരൻ പുറത്തു വന്നതിനെ, അങ്ങനെ ഈശ്വരൻ പുറത്തു വന്നതിനെ പ്രതീക്ഷ കണ്ടിട്ട് വിവേശ തസ്മിൻ മിഷതാം ദിവൗകസാം. വിവേശ തസ്മിൻ എന്നാൽ അവനിൽ, വിവേശ എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു, മിഷതാം
ദിവൗകസാം. മിഷതാം എന്ന് പറഞ്ഞാൽ കണ്ണും മിഴിച്ചങ്ങനെ നിൽക്കുകയാണ്. ദിവൗകസാം, അങ്ങനെയുള്ള ദേവന്മാരുടെ മുൻപിൽ. അതായത് താൻ ഉള്ളിൽ കടന്നപ്പോൾ, ഭഗവാൻ ഉള്ളിൽ കടന്നപ്പോൾ, ആ അജഗരത്തിൻ്റെ ഉള്ളിൽ കടന്നപ്പോൾ അവിടെ ആകാശത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ദേവന്മാരും ഒക്കെ അങ്ങനെ കണ്ണും മിഴിച്ച് നിന്നു എന്ന് പറഞ്ഞാൽ അവരാകെ പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു. ഭഗവാനും ഉള്ളിൽ പോയോ, അയ്യോ കഷ്ടം കഷ്ടം എന്ന് കരുതിയിട്ട് കണ്ണും മിഴിച്ച് നിന്നിരുന്ന അവരുടെ മുൻപിലേക്ക് നമ്മൾ പൂതനയുടെ കാര്യം പറയുമ്പോൾ ശ്രീമേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയാറുണ്ട്, മതംഗസംഗസ്യ ഫലം ന ദൂരെ. എൻ്റെ ശരീരവുമായി സംഘത്തിൽ വന്നതുകൊണ്ട് തന്നെ, എന്നോട് സംഘം ചേർന്നതുകൊണ്ട് തന്നെ അതിനുള്ള ഫലം ദൂരെയല്ല, ഉടനെ കിട്ടും എന്ന് പറഞ്ഞു. ഭഗവാനോടൊരു സംഘം വന്നു കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തി വളരെ അടുത്താണ് എന്നർത്ഥം. ഇവിടെയും ഭഗവാന്റെ ശരീരത്തോടൊരു സംഘം വന്നതുകൊണ്ട് തന്നെ അഘാസുരനിൽ നിന്നും ഉയർന്നു വന്ന പുറത്തേക്ക് പോയ ആ പ്രാണൻ ആകാശത്തിൽ ഈ കണ്ണും മിഴിച്ച് നിന്നിരുന്ന ദേവന്മാരുടെ മുൻപിൽ ഈ ജ്യോതി അങ്ങനെ അഘാസുരനിൽ നിന്നും പുറത്തേക്ക് പോയ ആ പ്രാണൻ ഒരു ജ്യോതിയായി ആകാശത്തിൽ അല്പസമയം നിന്നു. എന്തിനാ? ഈ ദേവന്മാർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഭഗവാനുമായിട്ട് സംഘം വന്നപ്പോൾ അഘാസുരന് പോലും മോക്ഷം കിട്ടി. ആ പ്രാണൻ എന്ത് ചെയ്തു? ഒരു ജ്വാലയായി നിന്നിട്ട് ഒരു ജ്യോതിസായി ആ അന്തരീക്ഷത്തിൽ ആകാശത്തിൽ ഏതാനും നിമിഷം തങ്ങി നിന്ന് ദേവന്മാരെ കാണിച്ചു കൊടുത്തു. പക്ഷെ ദേവന്മാർ കണ്ടുവെങ്കിലും ദേവന്മാരെ കണ്ടില്ല ഈ ജ്യോതിസ്. കാരണം ജ്യോതിസ് തിരയുന്നത് ആ പരമജ്യോതിയെയാണ്, അതിലേക്ക് വിലയം പ്രാപിക്കുവാൻ. അപ്പോൾ പുറത്തേക്ക് വന്ന ഭഗവാനിലേക്ക് ആ ജ്യോതിസ് വന്ന് ലയിച്ചു ചേരുകയും ചെയ്തു. ഒരു ചെറിയൊരു അഗ്നികണം എപ്രകാരമാണോ ഒരു മഹാഗ്നിയിൽ വന്ന് ചേരുന്നത്, ഇതേപോലെ ആ ജ്യോതിസ് ദേവന്മാർക്ക് കാണുവാൻ അന്തരീക്ഷത്തിൽ ആകാശത്തിൽ തങ്ങി നിന്നു ഏതാനും നിമിഷങ്ങളെങ്കിലും. അതിൻ്റെ ഉറവിടം യാതൊന്നിൽ നിന്നാണോ അത് പുറപ്പെട്ടത്, അതിൻ്റെ ഉറവിടമായിട്ടുള്ള ആ ഭഗവാൻ എന്ന പരമജ്യോതിസ് അഘാസുരൻ്റെ വായിൽ നിന്നും പുറത്തു വന്നപ്പോൾ മറ്റു കുട്ടികളോടും ഗോപക്കുട്ടികളോടും പശുക്കുട്ടികളോടും ഒക്കെ പുറത്തു വന്നപ്പോൾ കാത്തു നിന്നിരുന്നത് ആ ജ്യോതിസിനെ ആയതുകൊണ്ട് തന്നെ അഘാസുരനിൽ നിന്നും പുറപ്പെട്ട ആ ദിവ്യമായ ജ്യോതിസ് ശ്രീകൃഷ്ണ ഭഗവാനിൽ വന്ന് ലയിക്കുകയും ചെയ്തു. ഇത് കാണുവാൻ ദേവന്മാർക്ക് കഴിഞ്ഞു. എന്നാൽ ആകാശത്തിൽ ഉണ്ടായിരുന്നിട്ടും ആ ജ്യോതിസിന് ദേവന്മാരെ കാണുവാൻ കഴിഞ്ഞില്ല. കാരണം ആ ജ്യോതിസ് ഇപ്പോൾ തിരയുന്നത് തനിക്ക് ലയിച്ചു ചേരുവാനുള്ള ആ മഹാസമുദ്രത്തെയാണ്, ജ്യോതിസിൻ്റെ മഹാസമുദ്രത്തെയാണ്. അതിനുവേണ്ടി ഏതാനും നിമിഷം ആകാശത്തിൽ തങ്ങി നിന്നു എന്ന് മാത്രം. ഭഗവാൻ പുറത്തു വന്നതും ഭഗവാനിലേക്ക് ആ ജ്യോതിസ് വന്ന് ലയിച്ചു ചേർന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പീനാഹി ഭോഗോത്ഥിതമത്ഭുതം മഹജ്യോതി സ്വധാംന ജ്വലയദ്ദിശോ ദശ പ്രതീക്ഷ്യ ഖേവസ്ഥിതമീശ നിർഗമം വിവേശ തസ്മിന്മിഷതാം ദിവൗകസാം. ഇവിടെ ഭഗവാന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ജ്വലയദ്ദിശോ ദശ, 10 ദിക്കുകളെയും ജ്വലിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ ജ്യോതിസിലേക്കാണ് വന്നു ചേർന്നത്. ആകാശത്തിൽ തന്നെയും കാത്തു നിന്നിരുന്ന അഘാസുരൻ്റെ പ്രാണൻ എന്ന ജ്യോതിസ്. അങ്ങനെ അഘാസുരന് മോക്ഷം കൊടുത്ത ശ്ലോകമായതുകൊണ്ടാണ് അവിടെ സർവത്രയുള്ളത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പീനാഹി ഭോഗോത്ഥിതം അത്ഭുതം, മായയുടെ അകാരം ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത മഹജ്യോതി, അവിടെ ജാ കൂട്ടക്ഷരമാണ്, വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ ജ്വലയദ്ദിശോ, ദാ കൂട്ടക്ഷരം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ഖേവസ്ഥിതം,
യകാരം നീട്ടിയെടുക്കുക. ഖേ അവസ്ഥിതമാണ്. അതുപോലെ ഈശ നിർഗമം, അവിടെ മായയുടെ ഇകാരം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഇനി അടുത്തത് 34-ാമത്തെ ശ്ലോകമാണ്. തതോതി ഹൃഷ്ട സുഹൃതോകൃതാഹണം പുഷ്പൈ സുരാ അപ്സരസശ്ച നർത്തനൈ ഗീതൈ സുഗാവാദ്യധരാശ്ച വാദകൈ സ്തവൈശ്ച വിപ്രാജയ നിസ്വനൈർഗണാ. തതോതി ഹൃഷ്ട സ്വകൃതോകൃതാർഹണം. തതഃ അതിഹൃഷ്ട, തതഃ അനന്തരം, അതിഹൃഷ്ട ഏറ്റവും സന്തോഷിച്ച, സ്വകൃതോകൃതാർഹണം സ്വകൃതഃ അകൃതഃ അകൃത അർഹണം. ഇങ്ങനെ 3 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. സ്വകൃത എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ കൃഷ്ണൻ്റെ, ഭഗവാൻ എപ്പോഴും ഭക്തരക്ഷണത്തിനായിട്ട് വർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, താൻ മാത്രമാണ് ആശ്രയമെന്ന് കരുതുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സ്വകൃത തങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആ കൃഷ്ണൻ്റെ, അകൃത എന്ന് പറഞ്ഞാൽ ചെയ്തു, അർഹണം എന്ന് പറഞ്ഞാൽ പൂജയെ, പുഷ്പൈ സുരാ അപ്സരസശ്ച നർത്തനൈ, പുഷ്പൈ പുഷ്പങ്ങൾ കൊണ്ട്, സുര സുര എന്ന് പറഞ്ഞാൽ ദേവന്മാര്, അപ്സരസശ്ച അപ്സരസഹ ച അപ്സര സ്ത്രീകളാകട്ടെ, നർത്തനൈ നൃത്തങ്ങൾ കൊണ്ടും, ഗീതൈ സുഗാ വാദ്യധരാശ്ച വാദ്യകൈ, ഗീതൈ സുഗ, സുഗ എന്ന് പറഞ്ഞാൽ സുഗ നല്ല പാട്ടുകാരെന്ന് പറഞ്ഞാൽ ഗന്ധർവന്മാർ, ഗീതൈ പാട്ടുകൾ കൊണ്ടും, വാദ്യധരാശ്ച അതായത് ഈ വാദ്യങ്ങളൊക്കെ മുഴക്കുന്നതായിട്ടുള്ള ആളുകൾ, വാദ്യകൈ തൻ്റെ വാദ്യങ്ങൾ കൊണ്ടും, സ്തവൈശ്ച വിപ്ര ജയ നിസ്വനൈർഗണ, സ്തവൈശ്ച സ്തവൈ എന്ന് പറഞ്ഞാൽ സ്തവങ്ങൾ കൊണ്ട്, സ്തുതികൾ കൊണ്ട്, വിപ്ര ബ്രാഹ്മണര്, ജയനിസ്വനൈർഗണ ജയനിസ്വനൈ ജയശബ്ദങ്ങൾ കൊണ്ടും, ഗണ എന്ന് പറഞ്ഞാൽ പാർഷദന്മാർ ജയശബ്ദങ്ങൾ കൊണ്ടും ഭഗവാനെ പൂജിച്ചു. അപ്പോൾ ഈ അഘാസുരൻ്റെ ഈ വധം കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഓരോരോ തരത്തിലാണ് ഭഗവാനെ പൂജിച്ചത്. അവരവർ നിൽക്കുന്ന തലം ഏതാണോ, അവരവരുടെ പ്രത്യേകതകൾ എന്താണോ, അതേ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരവരുടെ കഴിവിൻ്റെ പരമാവധി ഭഗവാനെ ജയശബ്ദങ്ങൾ കൊണ്ട് ഭഗവാനെ പൂജിച്ചു. അപ്പോൾ അഘാസുരനെ സംഹരിച്ചു കഴിഞ്ഞപ്പോൾ ഭൂമിക്കും തങ്ങൾക്കുമൊക്കെയും ആശ്രയമായിട്ടുള്ളത് ഈ ഭഗവാൻ ഒരാൾ മാത്രമാണ്. തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഭഗവാൻ. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഭൂമിദേവിക്കും അത്യധികം സന്തോഷമായി. അതേപോലെ ദേവന്മാരാകട്ടെ സന്തോഷിച്ചിട്ട് ഭഗവാനെ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തി. അപ്സര സ്ത്രീകളാകട്ടെ നർത്തനം ചെയ്ത് തങ്ങളുടെ സന്തോഷത്തെ ഭഗവാന് കാണിക്കയായി സമർപ്പിച്ചു. ഗന്ധർവന്മാർ നല്ല പാട്ടുകളൊക്കെ പാടി, നല്ല സ്തുതികൾ പാടി ഭഗവാനെ സ്തുതിച്ചു. വാദ്യമേളക്കാരൊക്കെ ആകട്ടെ ദുന്ദുഭി മുതലായിട്ടുള്ള വാദ്യങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് ഭഗവാനെ തങ്ങളുടെ സന്തോഷം അറിയിച്ചു. ബ്രാഹ്മണര്
ഭഗവാന് വേണ്ട പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് ഭഗവാനെ അവിടുത്തെ പൂജിച്ചു. അവിടുത്തെ ജയശബ്ദങ്ങൾ കൊണ്ട് ഭഗവാനെ പൊതിഞ്ഞു, അവിടത്തേക്ക് അർച്ചന ചെയ്തു. അപ്പോൾ ഓരോരുത്തരും താങ്കളുടെ നില എവിടെയാണോ അവിടെ നിന്നുകൊണ്ടാണ് തങ്ങളുടെ സന്തോഷം, തങ്ങൾക്ക് വേണ്ടിയാണ് ഭഗവാൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഭൂമിയുടെയും മറ്റുള്ള ദേവന്മാരുടെയും ദേവതകളുടെയും ഒക്കെ സുഗമമായ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അതിന് തടസ്സമായി ഏതൊരു ദുഷ്ടശക്തി വന്നാലും അവരെയൊക്കെ ഭഗവാൻ ഇല്ലാതെയാക്കിക്കൊണ്ട് ഭഗവാൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന തങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഓരോരുത്തരും താങ്കളുടെ നിലയ്ക്കനുസരിച്ച് ഭഗവാനെ തങ്ങളുടെ സന്തോഷം അറിയിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തതോതി ഹൃഷ്ട സ്വകൃതോ കൃതാർഹണം പുഷ്പൈ സുരാ അപ്സരസശ്ച നർത്തനൈ ഗീതൈ സുഗാവാദ്യധരാശ്ച വാദ്യകൈ സ്തവൈശ്ച വിപ്രാജയ നിസ്വനൈർഗണ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തതോതി ഹൃഷ്ട, അവിടെയും സ്വകൃതോ ഓകൃതാർഹണം, രണ്ടിടത്തും വിശ്ലേഷണമുണ്ട്. ഓകാരം നീട്ടിയെടുക്കുക. പിന്നെ തതോതി ഹൃഷ്ട, അവിടെ വിസർഗവും ദീർഘവുമുണ്ട്. അപ്പോൾ വിസർഗത്തിന് പകുതി ഹകാരം കൂടി ചേർത്ത് വായിക്കുക. അതുപോലെ തന്നെയാണ് പുഷ്പൈ, നർത്തനൈ, അതുപോലെ വാദ്യകൈ, പിന്നെ ജയ നിസ്വനൈർഗണ, എല്ലായിടവും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്ത ജയ നിസ്വനൈർഗണ, ഗ കൂട്ടക്ഷരമാണ്, അതും ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 35-ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.